ഗൈസ് അങ്ങ് ദൂരെ കണ്ടൊരു സംഭവം, അങ്ങ് ദൂരെ ഒരു സംഭവം ഉണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോണത്. അങ്ങ് ആ കോട്ടയിലേക്കാണ് പോണത്. സിറ്റിയുടെ ഫുൾ വ്യൂ അവിടെ നിന്ന് കിട്ടുമായിരിക്കും. ഇപ്പോൾ ഗൈസ് നമ്മൾ കോട്ടയിൽ എത്തിരിക്കുക. ഞങ്ങൾ ഇതെന്താ പറഞ്ഞ കോട്ടയുടെ പേരെന്തോ? മേരാൻഗഡ് ഫോർട്ട് എന്ന് പറയും. മേരാൻഗഡ് ഫോർട്ട് അല്ലേ? ആളിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. അവിടെ തന്നെ ഉണ്ടോ? ഓഹോ, അപ്പോൾ ആളിപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ അല്ല, വേറൊരു സ്ഥലത്താണ്. ഇതിന് വലിയൊരു കഥയുണ്ട്, നമ്മളവിടെ ചെല്ലുമ്പോൾ പറയാം. അവനെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പല സൈസിലെ ജാതിമാരുണ്ട്. ഇവിടെ ഒരു കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ജാതിയുണ്ട്. അവർ മൃഗങ്ങളെയും എന്താ പറഞ്ഞ മരങ്ങളെല്ലാം വെട്ടാൻ സമ്മതിക്കില്ല. ഓ, അങ്ങനെ ആയെങ്കിൽ അവർ സമയത്ത് രാജാവ് ഇവിടത്തേക്ക് വേണ്ടി ഇങ്ങനെ വിറവെല്ലാം കൊണ്ടുവരാൻ ഗ്രാമത്തിൽ പോയി വെട്ടാൻ വേണ്ടി. അന്ന് അവർ സമ്മതിച്ചില്ല. സമ്മതിച്ചില്ല. അവിടെ സമ്മതിച്ചില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു അവർ സമ്മതിച്ചില്ലെങ്കിൽ അവരെ അങ്ങ് വെട്ടി കളഞ്ഞേക്കാൻ പറഞ്ഞു. ഓ, അങ്ങനെ 365 പേര് ആ മരത്തുനിന്ന് കയറി ഇങ്ങനെ പിടിച്ചു നിന്നു. വെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വെട്ടി കളഞ്ഞു. അയ്യോ, ഇവിടെ ഉണ്ട് ഒരു ഗ്രാമം. അത് നമ്മുടെ അടുത്താണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ഉള്ളു. എന്താ കുറേ പടംവര കാര്യങ്ങളൊക്കെ. ഒരു ഡോറ് കണ്ടോ? ഇവിടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നടന്ന് ഇവിടെ പോയി ഒരു അമ്പലം കണ്ടു വന്നതിന് വെറുതെ നമുക്ക് പോയിട്ട് വരാം. ഇല്ല, ഇതിൻ്റെ മേളിൽ അങ്ങ് മേളിൽ കയറണമെന്നുണ്ടെങ്കിൽ 200 രൂപയാണ്. അത് നടന്നും കയറാം, പിന്നെ അതിൻ്റെ ലിഫ്റ്റ് വഴിയും കയറാം. അപ്പോൾ ലിഫ്റ്റ് വഴി കയറണമെങ്കിൽ ഒരാൾക്ക് 50 രൂപ എക്സ്ട്രയും, ടിക്കറ്റിന് 200 രൂപയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് മേളിൽ പോയിട്ട് പിന്നെ വേണമെങ്കിൽ തിരിച്ച് നടന്നിറങ്ങി വരാം. മേളിൽ പോണ വഴിക്ക് അവിടുത്തെ പുള്ളി വെജ് ഹാളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കാണാം. ഇപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണ്. ഇറങ്ങാൻ പാടില്ല അല്ലേ? ഇതാണ് നമ്മൾ ലിഫ്റ്റ് വഴി കയറാൻ പോകുന്നത്. എന്താ ഒരു സെറ്റ് പണിത് വെച്ചേക്കണുണ്ടോ? ഒരു അന്നത്തെ കാലത്ത് സിമെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അത് തന്നെ ജോയിൻ്റ് ചെയ്ത് വെച്ചേക്കണുണ്ടോ? ललित कटे हो अरे बता नरेंद्र मुकुंदी നെഹ്റാൻ ടെറസ്. ഓ, ഇവിടെ മറ്റേ ഈ റെന്റ് ഔട്ടും ചെയ്യുന്നുണ്ടല്ലേ? We have dining also. Little ahead, there you would be seeing that area. Small from what in evening time. Evening time and have a dining view of this park. ഇവിടെ മറ്റേ റെന്റ് ഔട്ട് ചെയ്ത് കൊടുക്കും ഈവനിങ് ടൈമിൽ. बाद में जो ऊपर चढ़ने की जरूरत नहीं. वो मन जो लोअर चढ़ना पड़े. आगे जाए 12 मत. Small step. Otherwise, it was very huge landscape. From here, direct pipes and all. Direct side. Yeah. Here? I was referring to one Rao Jodha Park. This was the thing. Like that area is like this only. A complete photo session and all things. സൺ സിറ്റി സൂര്യനഗരി. ഓക്കെ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വീടുകൾ മൊത്തം
സൂര്യൻ്റെ പ്രകാശം പോലെ വെളുത്തിരിക്കുക. ഇവിടെ കയറുമ്പോൾ കാണാം നമുക്ക് എല്ലാം വെള്ള വീടാണ്. വെള്ള വീടുകളാണല്ലേ. അതേപോലെ ജയ്പൂർ ചെല്ലുമ്പോൾ മറ്റേ ജയ്പൂര് പിങ്ക് സിറ്റി അതെന്ന് വെച്ചാൽ മൊത്തം ഗോൾഡൻ കളർ, ഇത് റോസ് കളർ പിങ്ക് സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഗോൾഡൻ സിറ്റി ഏതാ പറയണേ? ഉദയപൂർ എന്ന് പറയുന്നത് ലേക്ക് സിറ്റി എന്ന് പറയും. അവിടെ മൊത്തം ഇതേപോലെ ചെറിയ ചെറിയ ലേക്ക് സിറ്റി മേളിലുള്ള വ്യൂ കണ്ടോ? അവരുടെ ഇത് സ്ഥാനം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആ ഒരു മാർബിളാണ്, മൊത്തം വെള്ളം കൊണ്ട് മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ സൂര്യൻ്റെ പ്രകാശം വീഴുമ്പോൾ മാർബിളിൻ്റെ അകത്തു കൂടി പ്രകാശം ക്രോസ് ചെയ്യും, ക്രോസ് ചെയ്യും. ഇത്രയ്ക്ക് വെളിച്ചമുണ്ട് അങ്ങ് കാണേ. പിന്നെ ഇത് പണ്ട് അയാളുടെ സ്ഥലമായിരുന്നു, ആ ജസന്തട എന്ന് പറഞ്ഞ സ്ഥലം ഇവരുടെ ഈ ഫാം ഹൗസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മേളി അങ്ങ് മേളി കാണുന്നില്ല ഇത് വെച്ചേക്കുന്ന. അതിൻ്റെ പുറകെ നമ്മുടെ ഈ രാവണൻ്റെ ഭാര്യ വീട് എന്ന് പറയും. രാമായണിലെ രാവണനില്ലേ, മണ്ടോദരി എന്ന് പറഞ്ഞില്ലേ, അതാ അവരുടെ സ്ഥലം. അവിടെ മണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം. രാവണൻ കല്യാണം കഴിച്ച ഇവിടെ നിന്നായിരുന്നു. രാവണന്റെ ഭാര്യ മണ്ടോദരി വൃത്തകാരിയായിരുന്നു. അതിന്റെ പുറകെ പോകണം നമ്മൾ. അങ്ങോട്ടൊക്കെ പോവാന്ന സ്ഥലമാണോ? നമുക്ക് പിന്നെ പോവാം, ബൈക്കും കൊണ്ട് പോകാം. അവിടെ സമയമില്ല, ഇവിടെ പെട്ടെന്ന് ഇതാക്കും. പണ്ടത്തെ വെടിക്കോപ്പുകളും പീരങ്കികളൊക്കെ കണ്ട സെറ്റ് സാധനങ്ങളൊക്കെ, ഇതൊക്കെ വെച്ച് എന്തോരം യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടാവും നോക്ക്. എന്താ എന്തോ സീക്രട്ട് പാസേജോ? No, not secret passage, emergency exit. Like from there we can set and just go down. ഇതൊക്കെ എമർജൻസി എക്സിറ്റ് ആണ്, പണ്ടത്തെ എമർജൻസി എക്സിറ്റ്. ഏതെങ്കിലും നിങ്ങള് ഞാൻ വിളിക്കാൻ വന്നില്ലായിരുന്നോ? ഹൈവേന്ന് നിങ്ങൾ അകത്തോട്ട് ടേൺ ചെയ്തില്ലേ ലെഫ്റ്റ്, ആ പാലത്തിൻ്റെ താഴെ കൂടി ആ കാണുന്ന ഹൈക്കോർട്ടാണ്. ലാസ്റ്റില് വട്ടവർ ഇങ്ങനെ മുഖേന കാണുന്നില്ല, ലാസ്റ്റ് കാണുന്നത് അവിടെ നമ്മുടെ സ്ഥലം. Till you can see that. Oh, 4 finger. Put the fingers here and just check it out. Okay. 4 fingers above only. ഇത് കണ്ടോ പോലെ? ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു സന്യാസിയാണ്. ഇതാ അവിടെ അല്ലേ? ഇയാളുണ്ടല്ലോ, ഇങ്ങനെ ഇവിടുന്ന് എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ എത്ര പൊക്കമായാലും നീ എത്ര വലിയ രാജാവായാലും എന്നും ഞാൻ താമസിക്കുന്നത് നിന്നെ കാട്ടി 4 അടി മേളിലായിരിക്കും ഞാൻ താമസം. ഒന്നും അയാൾ അവിടെ മേളിലാണ് താമസിക്കുന്നത്. അതില്ല ആ അമ്പലം അല്ലേ? ടവർ ഇരിക്കണേൻ്റെ അവിടെ. ഓ, നിന്നെക്കാട്ടിലും 4 അടി 4 വിരലിന് മേലായിരിക്കും ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞല്ലേ? 4 അടി. വെല്ലുവിളിച്ചുണ്ടാക്കി. അത് നീ എത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചാലും നിന്നെക്കാളും 4 വിരലിന് മേളിലായിരിക്കും ഞാൻ താമസിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയതാന്ന് പറയണത്. അത് പുള്ളിയുടെ കൊട്ടാരത്തിന്റെ ഏറ്റവും മേളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിലും മേളിലാണ് ആ സന്യാസിയുടെ സ്ഥലം ഇരിക്കുന്നത്. ഓ, ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 3 നില മേളിലേക്ക് കയറാം. ഏറ്റവും മേളിലും പോയി നിൽക്കാന്ന് പറയണേ. ലിഫ്റ്റിൽ 12 നില കയറി അല്ലേ? ആ, ഇത് എങ്ങനെ ഉണ്ടാക്കി വെച്ചത്? എന്താ നോക്ക്, സിമെന്റ് ഒന്നും ഇല്ലാണ്ട് പണിത് വെച്ചേക്കണത്. നടന്ന് കയറണേ ഇങ്ങനെ കയറി വനോ അല്ലേ? ഇതാണ് ഇത്. നടന്ന് കയറി വരാൻ നമുക്ക് ലിഫ്റ്റിലും കയറി വരാം. നടന്ന് കയറി വന്നെങ്കിൽ ഇതിങ്ങനെ കയറി വരണം. നമ്മൾ ലിഫ്റ്റിൽ 12 നില കയറി പോകുന്നു നമ്മളവിടുന്ന്. രാജവീതിയിലൂടെ അന്നത്തെ സിമെൻറ്റും ഒന്നുമില്ലാതെ കൺസ്ട്രക്ട് ചെയ്തേക്കണെയാണ് ഈ ഓരോന്നും കല്ല് വെച്ചിട്ട്. അതുകൊണ്ട് ഓരോന്ന് കൊത്തിയെടുത്തതാണ്. എന്ത് രസമാണ് നോക്കുകയൊക്കെ. എന്താ ഹുക്ക? പണ്ടത്തെ രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹുക്ക.
ये हुक्का पानी है. നടുമുറ്റൊക്കെ നോക്ക് എന്ത് രസമാണ്. ഇത് മറ്റേ ആനപ്പുറത്ത് കയറ്റി വെച്ച് കൊണ്ടുവരുന്ന സാധനമാണ്. വുഡൻ ഫ്രെയിമാണ്. ഇതെല്ലാ സംഭവങ്ങളാണ്. ഇത് ആനപ്പുറത്ത് വെച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണോ? ആനപ്പുറത്ത് ഈ സീറ്റ് സെറ്റ് ചെയ്തിട്ട് എൻ്റെ മേളിൽ കയറി ഇരുന്നാണ് പോയിക്കൊണ്ടിരുന്നത് പണ്ട് രാജാക്കന്മാർ. സംഭവമാണ്. കണ്ട് ഈ ഫോട്ടോയിലൊക്കെ കണ്ടോ? ഈ കാണുന്ന സംഭവങ്ങളൊക്കെയാണത്. ഇത് കണ്ടോ? ഈ കാണുന്നത് ഇതെല്ലാം അതിൻ്റെ ഫോട്ടോസാണ് മേളിൽ കാണുന്നത്. ഈ സീറ്റ് ആനപ്പുറത്ത് സെറ്റ് ചെയ്യും, വണ്ടീൻ്റെ മേളിൽ കയറി ഇരുന്ന് പോകും. എന്താ സെറ്റപ്പ്! പണ്ടത്തെ സെറ്റപ്പുകളില്ലേ? പണ്ട് ദ്വീപ് രാജാവായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെയാണ് പണ്ട് രാജാക്കന്മാർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ആനയുടെ പുറത്ത് മറ്റേ സാധനമൊക്കെ വെച്ച് സെറ്റായിട്ട് രാജീയ പ്രൗഢിയിലൊക്കെയാണ്. പിന്നെ ഇതൊക്കെ പല്ലക്കാന്ന് തോന്നില്ലേ? ഇതൊക്കെ പല്ലക്ക്. ഇതൊക്കെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. പല രീതിയിലുള്ളത്, ഒരെണ്ണം മാത്രമല്ല. ഇതിൻ്റെ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട്. കണ്ടോ? എന്താന്നത്? സിനിമയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ? അതൊരു സെറ്റപ്പ് പണിതേക്കാണ്. ഇത് മൊത്തം മൂടിയിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഫോട്ടോസാണിത്. Identifying whether the painting is of Marwar or not. See, eyes would be halfly closed and would be elongated, like as they have mentioned. Like this is the speciality of Marwar painting. Like any of the rulers, if you wanna see now, if you are finding like these kinds of eyes, like stretching and elongated eyes with halfly closed, then you can recognize it as മാർവാർ. ഓക്കെ, അതുപോലുള്ള പെയിൻറ്റിംഗ് ആണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ആ ഒരു കണ്ണ് പകുതി അടഞ്ഞ് ഇങ്ങനെ പോയേക്കണുണ്ടോ? ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുള്ള പരിപാടിയാണ് മാർവാർ പെയിൻറ്റിങ്ങിൻ്റെ. എന്താ പോലെ ആരാ? ഓക്കെ, ആളന്നേ സെറ്റപ്പാണ്. ഈ ആളിന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. സീസ് മഹൽ അല്ലേ? കംപ്ലീറ്റ് കണ്ണാടി വെച്ച് ചെയ്തേക്കണെയാണ്. ഇപ്പോൾ ക്ലോസ് ചെയ്തെന്ന് വെച്ചാൽ ആൾക്കാർ കയറി പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ട്. ഓഹോ, ഇവിടെ ഒരു ഷാൻലിയറൊക്കെ ഉണ്ട്. ഇത് നേരത്തെ തുറന്നു കൊടുത്തുകൊണ്ടിരുന്നത് ആൾക്കാർ പൊട്ടിച്ച് കളഞ്ഞാൽ ഇത് അടച്ചിട്ടേക്കണെയാണ്. ഇതാണ് സീസ് മഹൽ. അല്ല, എന്ത് ഭംഗിയാണ് നോക്ക്. ഇത് ഫുള്ള് ലൈറ്റ് വന്നുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ബെഡ്റൂമായിരുന്നു അത്. ഓ, രാജാവിൻ്റെ ബെഡ്റൂമായിരുന്നു ഇത്. പക്ഷെ എൻ്റെ മോൻ ട്രഡീഷൻ
അനാർക്കലി ശരിക്കും ബോയ്സിന്റെ അത് പിന്നെ ഗേൾസ് പെൺപിള്ളേരാക്കിയിട്ട് യൂസ് ചെയ്തു അല്ലേ. അനാർക്ക ബോയ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതാണ് ഇപ്പോൾ പെണ്ണ്. അതെ, ഞങ്ങളുടെ സാധനം തിരിച്ചു വന്നു. അതാണ് ഇപ്പോൾ പെണ്ണുങ്ങൾ അനാർക്കലി എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യണത്. ഷോ ഇതെന്താ ഇത്? ഏത്? ഫൂൽ മഹൽ, ഫ്ലവർ മഹൽ. ഫുൾ മഹൽ. ഇവിടെ ഇരുന്നാണ് പണ്ട് മറ്റേ മീറ്റിംഗ് ഒക്കെ കൂടിക്കൊണ്ടിരുന്നതോടെ അല്ലേ. അപ്പോൾ പുറത്തുനിന്ന് ആ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട്. അവരുടെ പുറത്തെ സൂര്യപ്രകാശത്തിൽ നിന്ന് ആ ഗ്ലാസ് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അടിക്കുന്ന ഭയങ്കര രസത് കാണാൻ. പിന്നെ ഓരോ തൂണിലും മേളിലുള്ള പടം വരെയും. അത് സിമ്പിളാണല്ലേ, എംബറിൻ്റെ സിമ്പിൾ. ചേട്ടാ ഒരു ടോക്കൺ കൊടുത്തേക്കും. ടോക്കൺ കൊടുത്തു. ഓക്കെ, മനസ്സില്ല. മേളിലാണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയാ 4 സൈഡും കറുത്ത നൂല് കെട്ടിയിട്ടേക്കുന്നത്. എങ്ങനെ എന്ത് കണ്ണിട്ടാണ്ടിരിക്കാൻ? ആ ഡിസൈൻ അവർ ഇത് ചെയ്തു, ഗോൾഡൻ ഇതാണ്. ഓഹോ, വർക്കിംഗ് ഇവിടെ ആ വർക്കിന് കണ്ണിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ സാധനം തൂക്കിയിട്ടേക്കണം അല്ലേ. 4 സൈഡിൽ അവർ തൂക്കി. ഓ, ആ 4 സൈഡിലും ഒരു സാധനം, ഒരു കറുത്ത സാധനം അവിടെ തൂക്കിയിട്ടുണ്ട്, ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു ഡിസൈന് കണ്ണിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇരുന്ന് ആടുന്ന രാജാവ് ഇത് അവിടെ ഇരുന്ന്, ഇവിടെ ആൾക്കാരൊക്കെ മെയിൻ കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഡാൻസ് കളിയും പരിപാടികളൊക്കെ. വെസ്റ്റും ഈസ്റ്റും രണ്ടും ജനൽ തുറന്ന് അവർക്ക് കാണാം. പണ്ട് ഇവിടെ നൃത്യമൊക്കെ നടക്കുന്ന സ്ഥലം ഇവിടെ ഇരുന്ന് അവർ കാണുന്നത്. ഓക്കെ. കണ്ടോ, ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കണ്ടോ. ഇതൊക്കെ ഇതിൻ്റെ മേളിൽ AC റൂമാ. ആ, രഹസ്യമുറി. ഇതിൻ്റെ മേളിൽ ഇതുണ്ട്. ഇതൊരു രഹസ്യമുറിയാണത്. ഇത് ഉണ്ടാക്കിയേക്കണൊക്കെ ഈ ഹാൻഡ് ബോൾട്ട്, ഇതൊക്കെ പണിതെടുത്തേക്കണ, കൈ കൊണ്ട് പണിതെടുക്കണ ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കണ്ട തീർന്നിട്ടില്ല. നമ്മൾ 12 നില ലിഫ്റ്റിൽ കയറി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 നില ഇതുപോലെ നടന്ന് കയറണം. ഏതേതാ? ഹെറിറ്റേജ് ആയതുകൊണ്ട് 50 രൂപയുടെ വെള്ളം. ആണോ? ഇത് എന്താണ് പണ്ടൊക്കെ രാജാക്കന്മാരെ കുടിച്ചോണ്ട് റോയൽ വാട്ടർ കുടിക്കാന്ന്. രണ്ട് ദാസന്മാര് അപ്പുറം നിന്നിട്ട് അത് വലിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കാറ്റ് കിട്ടണം അതിനല്ലേ. മേളിലെന്ത് ബോൾസൊക്കെ പോലെയാണ്. റൂം സെറ്റ് ചെയ്ത് നോക്കി എന്ത് രസമാണ് നോക്ക്. തിളങ്ങണുണ്ടോ ലൈറ്റ് അടിക്കുമ്പോൾ ബോൾസൊക്കെ. അതുപോലെ ആ ജനലും കുറേ പെയിൻ്റൊക്കെ ചെയ്തിട്ട് പുറത്തുനിന്ന് സൂര്യൻ്റെ പ്രകാശം വരുമ്പോൾ ഭയങ്കര രസം കാണാൻ. Right now these lights are closed, otherwise these are very wow, shining light. Yeah, dull but a very bright. Yeah. See this photo. Yeah. നമ്മൾ ആ താഴെ നിന്ന് എടുത്തപ്പോഴത്തെ സംഭവമാണ് ഇതൊക്കെ കൊത്തിപ്പണിത് എടുത്തേക്കാണുണ്ടോ. ഭയങ്കര രസമായിട്ട്. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചെറിയ ആൾക്കാരൊന്നുമല്ല. ഇവരൊക്കെ ഇവരെന്ത് പറഞ്ഞാൽ ശക്തിയെ രക്തമുള്ളവരാണ്. Peoples and low class peoples. There are lots of different colors. Every color has a specific definition. ഓരോ കളറിനും സ്പെസിഫിക് ഉണ്ട്. എൻ്റെ മോനെ, മോത്തി മഹൽ. ഇത് കണ്ടോ, ഞാൻ ആദ്യം ദൂരെ നിന്നിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഗ്ലാസ് മൊത്തം പെയിൻ്റ് അടിച്ചേക്കാം. അപ്പോൾ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഭയങ്കര രസമാണ് ഉള്ളിൽ നിന്ന് കാണാനായിട്ട്.
മോത്തി മഹൽ. ഒരു ഡിസൈൻ കണ്ടോ, എന്താ രസം നോക്കി, പെയിന്റ് അടിച്ചിട്ട്. പുറത്ത് നോക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ രസം. ഇതൊരു മ്യൂസിയം ഷോപ്പാണ്. നമ്മളെപ്പോലുള്ളവർക്കല്ല, കുറച്ച് എക്സ്പെൻസീവാണ്. ഈ ഷർട്ടിന് ഈ ഒരു ടീഷർട്ടിന് 1300 രൂപ. Rajasthan traditional handbags. ട്രഡീഷണൽ ഹാൻഡ് ബാഗ് അല്ലേ, രാജസ്ഥാനീസ്. The pattern is of രാജസ്ഥാനി സ്പെഷ്യൽ ഹാൻഡ് ബാഗാണിത്. the small pouch for that either phones or that chiller. മണി. ഓക്കെ. ഒരു ക്യാപ്പിന് 550 രൂപയുടെ ക്യാപ്പാണിത്. ഇവിടുത്തെ എംബറിന്റെ മാപ്പിലെ. ഓക്കെ, കുറേ സാധനങ്ങളുണ്ട്. ഇതിനൊക്കെ 2250 രൂപ വില. ഇത് നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല, ജസ്റ്റ് കണ്ടുപോവാം. അങ്ങനെ ഉണ്ടായി അമ്പലം തെരുച്ചല്ലേ ഒരു കൊച്ചു വീണപ്പോൾ വെണ്ണമുള്ളങ്ങ് കിടക്കാൻ പോയപ്പോൾ ചിലർ അവരുടെ പുറത്തങ്ങ് വീണു. ആൾക്കാർ ഒച്ച ഉണ്ടാക്കി മതിൽ വീണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓടാൻ നോക്കി. ഓടാൻ നോക്കിയപ്പോൾ മേളിൽ ടെൻ്റ് അടിച്ചേക്കുമായിരുന്നു, അടിക്കാണ്ടിരിക്കാൻ വേണ്ടി. അത് മൊത്തം അതിൻ്റെ പുറത്ത് മൊത്തം ബൾബ് വെച്ചൊക്കെയായിരുന്നു. അങ്ങനെ ആയി. കറണ്ട് അടിച്ച് എത്തു കുറേ പുറത്ത് വീണ് മരിച്ചു. ഓക്കെ, 2008 ഓക്സിജൻ കിട്ടാണ്ട് 250 പേര് മരിച്ചു. 2008 Traditional thing in which the food was made. ഇതിൻ്റെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്നല്ലേ. ഭയങ്കര വലിയ ജമ്പൊക്കെ. ഇവിടെയുള്ള എല്ലാവർക്കും തീറ്റി പോറ്റണ്ടേ. ഇതിനകത്ത് 250 പേര് മരിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. ഇതല്ല, ഈ മതിൽ കാണില്ല, 4 അടി പൊക്കമല്ലോ. ആ കാണുന്ന അമ്പലം, ഇതിൻ്റെ അടുത്ത് വെച്ചാൽ 250 പേര് മരിച്ചു. ഇവിടെ മറ്റേ ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല. അതിൽ വീണെന്ന് പറഞ്ഞ് അങ്ങനെ തിരക്കിയിട്ടുണ്ടായി. വീണില്ല, അവിടെ തിക്കും തിരക്കുണ്ടായി. അമ്പലം പോകുന്ന വഴിയല്ല. That is a very famous temple. That's one. Okay. Devi Kshetra. Devi Kshetra. സിറ്റിയുടെ വ്യൂ ഉണ്ടോ, മഞ്ഞായതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കാണാനുള്ള ആളെന്ന്. ഇതൊക്കെ ഒരു ഗേറ്റാണ്. ഇതുണ്ട് മുള്ളു പോലെ ഇരിക്കണേ. യുദ്ധമൊക്കെ നടക്കുമ്പോ അല്ലേ. വൈദിസ് കൊലവരെയുള്ളത് ഇത്ര നേരം വേറെയുള്ള പാടിക്കൊണ്ടിരുന്നേ. ഇപ്പോൾ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്ത് മേരാങ്കര ഫോർട്ടാണ്. അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ ഉണ്ടായിരുന്ന ഒരു രാജാവ് ഇപ്പോഴും താമസിക്കുന്ന ഒരു ഫോർട്ട് ഉണ്ട് തൊട്ടപ്പുറത്ത്. അപ്പോൾ നമുക്കിനി അതും കൂടെ പോയി ഒന്ന് കണ്ടുവരാം. അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ റെൻ്റ് ഔട്ട് ചെയ്യണതാണ്. അവിടെ ശരിക്കും അവിടെ ഫുഡിനായിട്ടും പിന്നെ വലിയ VIPsയുടെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഫോർട്ടാണത്. അപ്പോൾ ജസ്റ്റ് സമയം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 5 മണി ആവാറായി, അത് അടയ്ക്കാറായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം.
ഇപ്പം നമ്മളങ്ങനെ ഉമ്മേദ് ഭവൻ പാലസ് അല്ലേ? ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യം നിന്ന് പാലസിന് ഈ പാലസ് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ആ പാലസിന് ഈ പാലസിലേക്ക് ഒരു അണ്ടർഗ്രൗണ്ടോ? നമ്മളേതാണ്ട് ഒരു 15-20 മിനിറ്റ് എടുത്തിട്ടാണ് ആ കണ്ട പാലസിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് അടയ്ക്കുന്നുണ്ട്, അത്ര സ്പീഡിൽ പോകുന്നതാണ്. അതെ, ഫുള്ളും കൂടെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതായത് പണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ രാജാവും കുടുംബത്തിനും മാറാനായിട്ട് ഇങ്ങോട്ടുള്ളൊരു വഴിയാണ്. ഓഹോ. എക്സ്പീരിയൻസ് ആയിട്ട്. അപ്പോൾ ഇവിടെയാണ് ഇവിടെ മറ്റേ ആളുണ്ട്, മറ്റേ രാജാവ് ഇവിടെ ഉണ്ട്. ആദ്യം അവിടെ കാണിച്ച രാജാവ് ഇവിടെ ഉണ്ട്. അവർ ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുന്നത്. അവരെല്ലാവരും ഇപ്പോൾ വരും എന്നാണ് കേട്ടത്. എങ്ങനെ വരും? അവരുടെ വണ്ടിയും കാറും എല്ലാവരും വരുന്നത് കേട്ടു. ആണോ? പിന്നെ ഇത് റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയ VIPസിൻ്റെ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതെങ്ങനെ ഉമേദ് ഹെറിറ്റേജ് പാലസിൻ്റെ ഉള്ളിൽ വന്നേക്കാണ്. അവിടെ വെഡിങ് നടന്ന സ്ഥലം. Major happenings are done here only. Every major, like major meetings, like any outsider is coming to visit, they all stays here only. ഓ, There will be one leopard. It's a real leopard. They have taken out all the flesh and they have started with the normal cotton. But the real, it's a real leopard. ലെഫ്റ്റ്. They have done all of them. See, ഓ, റിയൽ. here. They have printed on. ഓ, ദിവസേട്ടാ ഇത് ഒറിജിനലാണ്. സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണ്. എൻ്റെ പൊന്ന് കഴിച്ചതുണ്ടോ? ഒറിജിനൽ സാധനം ഫ്ലഷ് മൊത്തം പുറത്തെടുത്തിട്ട് കോട്ടൺ വെച്ചിട്ട് ഇത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണിത്. ആ ഫോട്ടോ അല്ല, ആ ഫോട്ടോ ഒക്കെ ആ ഫോട്ടോയുടെ വെച്ചിട്ടാണ് ഒറിജിനലോ? എൻ്റെ മോനെ, ഇതാണ്. സ്റ്റഫ് ചെയ്തിട്ടാണ്. ഹായ്, ചേട്ടൻ വർക്ക് ചെയ്യണോ? ഓക്കെ, വൈക്കത്താണല്ലേ? ഐശ്വര്യാണ്. അപ്പോൾ നമ്മളെല്ലാം അടുത്തടുത്ത്. ഞങ്ങൾ പെരുമ്പാവൂർ. എറണാകുളം. ഞാൻ വരാറുണ്ട് എല്ലാ വർഷവും പെരുമ്പാവൂർ. ആണോ? പെരുമ്പാവൂർ തന്നെ. പെരുമ്പാവൂര് ഇവിടെ പണ്ട് ജോത്തറുള്ള ഒരു ചേച്ചിയുണ്ട്, ഡിഫൻസിലായിരുന്നു. ഓക്കെ, ആയിട്ടിപ്പോൾ നാട്ടിലാണ്. ശരി. അവരുമായിട്ട് ഭയങ്കര അങ്ങനെ വരാറുണ്ടല്ലേ? വല്ലവരെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആളിവിടെ വർക്ക് ചെയ്യണതാണ്. ഇവിടുത്തെ മാനേജിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്. ആൾ വൈക്കംകാരനാണ്. അത് കാണാൻ പറ്റിയതിൽ സന്തോഷം. ആൾ വർക്ക് ചെയ്യണതാണ് ഇവിടെ. ഇതാണ് ഇപ്പോഴുള്ള രാജാവിൻ്റെ കൊച്ചിയിലുള്ള ഫോട്ടോ. ഇതാണ് മഹാരാജാവ് രാജ് സിംഗ്. ഇത് ഫുള്ള് അടച്ചിട്ടേക്കായിരുന്നു. ഈ 3-ാം തീയതിയാണ് ഇത് ഫുള്ള് തുറന്നു കൊടുത്തത്. എന്ന് വെച്ചാൽ കൊറോണയുടെ സീൻ അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ മഹാരാജാവ് എന്തോന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ആളെന്തോ ഒരു ഡൽഹിയിലെങ്ങാണ്ട് പോയിട്ടുണ്ട്, ക്വാറന്റൈനിലിരിക്കുകയാണ്. ഇവരുടെ വേറൊരു പ്രോപ്പർട്ടിയിലാണ് ക്വാറന്റൈനിലിരിക്കണേ. മഹാരാജാവിൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതത്ര നോക്കി കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അറിയില്ല, നമുക്ക് നോക്കാൻ കാണാൻ പറ്റുമെന്ന്. എന്തായാലും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ ഒരു സംഭവമാണ്. എന്താ, നമ്മളൊരു മലയാളി ഈ ഒരു പാലസിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ്. എന്തായാലും ഒരു സംഭവമാണ് കേട്ടോ. എത്രയോ കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളിവിടെ. അത് ബാബുച്ചേട്ടൻ പറഞ്ഞ തന്നെ ഇത് അടച്ചില്ല, ഇതും കൂടെയാണ് കാണാനുള്ളത് നമുക്കിവിടെ. പിന്നെ പുറത്ത് ഒരു കാറിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുക്കണ തന്നെ പുള്ളിയുടെ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കണ്ടോ, പഴയ ക്ലോക്കും സാധനങ്ങളൊക്കെയാണ്. ഓ, ഇത് മൊത്തം ഗിഫ്റ്റ് കിട്ടിയേക്കാനാണ് ആൾക്ക് അല്ലേ? എൻ്റെ അമ്മ. ഓ, മെഷീൻ കണ്ടോ? അതിൻ്റെ ഉള്ളിൽ മെഷീനുണ്ട്, ക്ലോക്കിൻ്റെ മെഷീൻ. ഇതൊക്കെ ആൾക്ക് ഗിഫ്റ്റ് കിട്ടിയതിനാണ്. ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് ചേട്ടൻ മൊത്തം. ട്രെയിനിൻ്റെ ഷേപ്പിൽ വുഡൻ ഡിസൈൻ. ഇത് തീവണ്ടി, വീണ്ടും പിന്നെയും തീവണ്ടി.
ഇത് പറഞ്ഞോണ്ടിരിക്കുക, അസ്ട്രോളജറാണ് ജാതകം പറഞ്ഞോണ്ടിരിക്കുക. ഇതിലെടുത്തോ ബുക്സ് പോകും. ഇല്ല, ഇവിടെ തന്നെ ജാതകം നോക്കണേ. सर आओ विंटेज कार देखो. ആ ഓക്കെ ചോദിച്ചോട്ടെ വാ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയാണ് കാണാനുള്ളൂ. ഇനി ഉള്ളത് ഇവരുടെ വിൻറ്റേജ് കാർ കളക്ഷൻസ് ആണ്. അത് പുറത്താണ്. അത് നമുക്ക് Rest of the palace is converted into hotel. ഹോട്ടൽ. ഓക്കെ That's why we are not allowed. The The rest half is complete hotel only. ഓക്കെ. അപ്പോൾ ഇത്രയും നമുക്ക് ഇത്രയും ഒരു ഏരിയ ആണ് നമ്മൾ കണ്ടോളും. 1/4 of it. That's it. ഓക്കെ. നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫോർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു പാലസിൻ്റെ 4/1 കണ്ടിട്ടുള്ളൂ. അതായത് ഏകദേശം ഉണ്ട് അവിടെ വരെ. അതിൻ്റെ പുറകോട്ട് മൊത്തം ഹോട്ടലാക്കി കൊടുത്തേക്കാണ്. റൂംസ് കാര്യങ്ങളൊക്കെയാണ് ഫുള്ള്. അതിനൊക്കെ റേറ്റ് കണ്ടാൽ നമ്മൾ കണ്ണു തരണം. ഏലാണ് മൊത്തം കാറിൻ്റെ കളക്ഷൻ. That is the main entry of the hotel. ഓക്കെ അതല്ലേ. From there we can see the ruler is not here because he is In there a Delhi. place called Okay. where he is quarantined. ഓക്കെ. His wife and son, his wife is there ഇതേ. in that area. ഓ അവിടെയാണ് റൂളറിൻ്റെ ഏരിയ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. Please. From there we can zoom it out, and it was not wanting to expose out everything. So many of the world-class shooters were there to avoid that drones and all. Many drones were even put it down also because of that. They shooted them down. Many people tried recording it, but no one was able to. ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് ആ കല്യാണത്തിന് സമയത്തും പരിപാടി സമയത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് പല ആൾക്കാരും നോക്കി. അപ്പോൾ ഇവിടെ ഫുൾ സ്നൈപ്പേഴ്സിനെ ഇതിനൊക്കെ വെച്ചേക്കുമായിരുന്നു. ഡ്രോൺ പറത്തി വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ നോക്കി. അത് കുറേ എണ്ണം ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടിരുന്നു. ഒന്നിനും സമ്മതിക്കില്ലാന്നല്ലേ. കല്യാണത്തിന് അന്ന് The very famous Hollywood actors were also there. അത്ര സെക്യൂരിറ്റി റീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പോയതെല്ലാം ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടു. പുറത്തിരുന്ന് ഓൾറെഡി അറിയിച്ചിരുന്നായിരുന്നു. അല്ലാണ്ട് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് താഴെ ഇട്ടു. സിമ്പിൾ. From front you can take this complete. ഇവിടെയാണ് എൻ്റെ വിൻറ്റേജ് കാർ ഗാലറി. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ. ഇതാണ് കാർ കളക്ഷൻ. റോൾസ് റോയ്സ് ഫാൻറ്റം. ഇയർ ഓഫ് മാനുഫാക്ചറിങ് 1927. ഇതാണ് ആ കാർ. എന്താ അല്ലേ രാജകീയം. ജോധ്പൂർ നമ്പർ 27. ജോധ്പൂർ നമ്പർ 1. എന്ന കാറാണ് ഹെഡ്ലൈറ്റ്. ഒരു ആന ഹെഡ്ലൈറ്റ്. റോൾസ് റോയ്സ് ഫാൻറ്റം 2 ക്ലാസ് ഓഫ് വെഹിക്കിൾ LMV. ഇയർ ഓഫ് മാനുഫാക്ചറിങ് 1935. Rolls Royce. പക്കാട്. എന്താ കാർ. Be a close, then you will be able to add it. Because otherwise it will be some reflection only. എന്താ കാർ. Cadillac. Cadillac. Year of manufacture 1947. ടോയ് ട്രെയിൻ. പണ്ട് പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരുന്നാന്ന് തോന്നുന്നു. This usually roams around outside. ഓവർലൈൻ.
Morris Minor. പാലസിന്റെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ ജയ്പൂരിലെ ഉമൈദ് പാലത്തിന്റെ ഫ്രണ്ടിൽ നിന്നും രാജാവ് ഇവിടെ ഇല്ല, രാജ്ഞിയും അവരുണ്ട്, അവിടെ ഉണ്ട്. അവരോടൊപ്പം സൈനിങ് ഓഫ് പറഞ്ഞ കഴിയുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ, ചെറിയൊരു കളക്ഷൻ, ഇതിൻ്റെ വലിയ കാര്യമുള്ള കളക്ഷൻസ് ഒന്നുമില്ല, അവരുടെ ചെറിയ ചെറിയ കളക്ഷൻസ് ഉള്ളൂ. പിന്നെ ആ വിൻറ്റേജ് കാറിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്, അതും കാണേണ്ട ഒരു സംഭവമാണ്. പിന്നെ വേറെ കേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം രാജകീയമായിട്ട് താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം അല്ലേ. 40,000 രൂപ അത്ര നിസ്സാരമുള്ളൂ, ഒരു ദിവസം വന്ന് താമസിക്കാൻ, നല്ല രാജകീയമായി താമസിച്ച് പോവാം. അപ്പോൾ എന്തായാലും നമ്മുടെ ജോധ്പൂർ യാത്രയുടെ നമ്മൾ 2 പാലസ് കണ്ടു. ആ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ എങ്ങനെയാണെന്നുള്ളത് നാളെ നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും. ടാറ്റാ.